ചോദിച്ച് നമ്മൾ മേടിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം, ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കൃപയാണ്. ഏത്? ആനന്ദം. ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? ആനന്ദമുണ്ടായിരിക്കണം. ആനന്ദമില്ലെങ്കിൽ സ്തുതിക്കാൻ പറ്റില്ല. സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ വിപതിക്കുന്ന ഞാൻ കണ്ടു. അടുത്ത വചനം ശ്രദ്ധിച്ചോ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കണ്ടല്ലോ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ അഭിമാനിക്കണം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് അറിയാവുന്നവരല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ദൈവകാര്യങ്ങൾക്കൊരു ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നൽകുന്നൊരു സമ്മാനമായ ആനന്ദം വന്ന് നിറയാൻ തുടങ്ങും. ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്നപ്പോഴാണോ? അല്ല, ക്ലേശങ്ങൾക്കിടയിൽ പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി നിങ്ങൾ വചനം സ്വീകരിച്ചു. പൗലോസ്ലീഹ പറയുക, എനിക്ക് വല്ലാത്ത ആനന്ദം തോന്നുന്നു, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഇത്രയും നാളും എനിക്ക് കിട്ടാത്തൊരു ആനന്ദം ധ്യാന ശുശ്രൂഷയിൽ കിട്ടി. വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേക ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. വലതുകര ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക അനോയിന്റിങ്, അഭിഷേകം എനിക്ക് വേണം. ഓരോ വ്യക്തിയും അതിനുവേണ്ടി ആഗ്രഹിക്കണം. ഒരുപക്ഷെ ഇത് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നവരാവും, ഒരുപക്ഷെ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരാവും. ആരുമാണെങ്കിലും നീ ഇപ്പോൾ വിശ്വസിക്കണം, പരിശുദ്ധാത്മാവേ, ഒരു പ്രത്യേക അഭിഷേകം, അതായത് ഈ കാലഘട്ടത്തിൽ എനിക്ക് ആവശ്യമായ ഒരു പ്രത്യേക അനോയിന്റിങ്, പരിശുദ്ധാത്മാവേ, അതെനിക്ക് തരണം. ചോദിച്ച് നമ്മൾ മേടിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അപ്രകാരം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സമ്മാനിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ദൈവിക കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്. ആനന്ദം പറഞ്ഞേ, ആനന്ദം പറഞ്ഞേ. എന്തിലുള്ള ആനന്ദം? പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ് ഏത്? പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വചനം പഠിക്കാം. അത് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22. നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പൗലോസ്ലീഹ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകൾ ഏറ്റവും ആദ്യം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. ഒന്നാമത്തെ എന്താ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം. 1 സ്നേഹം, രണ്ടാമത്തത് ആനന്ദം, മൂന്നാമത്തത് സമാധാനം, നാലാമത്തത് ക്ഷമ, അടുത്തത് ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിൽ രണ്ടാമത്തതാണ് ഏത്? ആനന്ദം. ആനന്ദം. എന്തിലുള്ള ആനന്ദം? പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കൃപയാണ്. ഏത്? ആനന്ദം. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ ചിലര് ചിന്തിക്കും, ഇത് കിട്ടിയാൽ എന്താ ഗുണം, എന്താ മെച്ചമെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളും അസ്വസ്ഥതകളും ഉണ്ടായാലുണ്ടല്ലോ, അതിൻ്റെ ഒത്ത നടുവിൽ അതിനെയെല്ലാം ഒരു പുഞ്ചിരിയോടുകൂടെ നേരിടാൻ നമുക്ക് പറ്റും. എന്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ഉണ്ടെങ്കിൽ. ചേച്ചി കേൾക്കണുണ്ടോ? ഇന്നത്തെ പ്രശ്നത്തിന് പരിഹാരം പറയണേ.
അതായത് ഇത്രയും വലിയ പ്രതിസന്ധി മുമ്പിൽ നിൽക്കുമ്പോൾ കണ്ണുനീര് സങ്കടവും മാത്രം. പക്ഷേ ഈ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ഉണ്ടെങ്കിൽ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടെ നമുക്ക് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പറ്റും. ആമേൻ പറഞ്ഞേ, ആമേൻ ആമേൻ. ഇത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടേ? നമുക്ക് ഓരോരുത്തർക്കും വേണ്ട കാര്യമാണ് അല്ലേ? അതുകൊണ്ടാണ് വചനത്തിൽ ആവർത്തിച്ച് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. വായിച്ചേ, ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനം. ലൂക്കാസ് വിശേഷം 10, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 21, 10-ാം അധ്യായം 21-ാം തിരുവചനം. ഏതാ വചനം? ഈശോ തന്റെ ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഏതാ വചനം? ആ സമയം തന്നെ പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. കണ്ടോ വചനം പറയുന്നത്? ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്, വെറുതെയല്ല, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പിതാവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? ആനന്ദമുണ്ടായിരിക്കണം. ആനന്ദമില്ലെങ്കിൽ സ്തുതിക്കാൻ പറ്റില്ല. ആനന്ദമില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. പരാതി, പിറുപിറുപ്പ്, അസ്വസ്ഥത. നമ്മുടെ മെയിൻ പരിപാടി തന്നെ എന്താണ്? പരാതിപ്പെടലാണ് അല്ലേ? സങ്കടം, ഭാരം, ദുഃഖം. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പരാതിപ്പെടാനും മുറുമുറുപ്പാനും ഒക്കെയുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ ഈശോ പറയാണ്, നിന്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ എന്താ മെച്ചമെന്നറിയോ? പരിശുദ്ധാത്മാവിന്റെ ആനന്ദം ലഭിക്കുന്നതനുസരിച്ച് നിന്റെ ശരീരത്തിൽ, നിന്റെ മുഖഭാവത്തിൽ തന്നെ വ്യത്യാസം വരും. വലതും ഇടതും ഇരിക്കുന്നവർ നോക്കിക്കേ. കണ്ടോ എങ്ങനെയുണ്ട്? നോക്കി ചേച്ചി, എങ്ങനെയുണ്ട് അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട്? എന്തോരം ഭാരമാണല്ലേ അതിന്റെ മുഖത്ത് അല്ലേ? എന്തോരം സങ്കട. സങ്കടപ്പെടാൻ മാത്രം കാരണങ്ങൾ ഉണ്ട്. സങ്കടപ്പെടാൻ മാത്രം കാരണങ്ങളുണ്ട്. ഞാനിത് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷെ ആ ചേച്ചി എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്താ? അച്ഛൻ എന്തറിയാം? ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന വല്ല അച്ഛന് മനസ്സിലാവുമോ? അച്ഛൻ ഇങ്ങനെയൊന്ന് പ്രസംഗിച്ചാ പോരെ? എന്ത് വിഷമിച്ച് ഇവിടം വരെ വന്നേന്നറിയോ? അല്ലേ ചേച്ചി? എന്തോരം കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നിരിക്കുന്നത്. വീട്ടിലെ സങ്കടം വല്ലതും പിടികിട്ടുന്നുണ്ടോ? എന്തോരം സങ്കട. ശരിയാന്ന്. പക്ഷേ വചനം പഠിപ്പിക്കണേന്നറിയോ? നിന്റെ ജീവിതത്തിലെ ഏതെല്ലാം സങ്കടങ്ങളുണ്ടോ, ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതിന്റെ ഒത്ത നടുവിൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റണമെങ്കിൽ നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതാ? പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം 14-ാം അധ്യായം 17-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 17, റോമ 14-17. ഏതാണ്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. കണ്ടോ? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതാ വചനം പഠിപ്പിക്കുകയാണ്, പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും. അടുത്തെന്താ? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഇങ്ങനെ നിവർത്തി ഉയർത്തിപ്പിടിച്ച് രണ്ട് കൈകളും നിവർത്തി ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് രണ്ട് കരങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചോ, തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം ആ കൈകൾ ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ട് കൊടുത്തോ. ഇന്നത്തെ ദിവസത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങളുടെ തലയിലൂടെ കടന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ നീ അനുഭവിക്കുന്ന കാര്യം ഏതാണോ, ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഇപ്പോൾ നിന്നെ ഭാരപ്പെടുന്ന ഒരു സാമ്പത്തിക പ്രശ്നമായിരിക്കും, എങ്ങനെ വീട്ടിൽ തീർക്കണമെന്ന് അറിഞ്ഞുകൂടാ, ജപ്തിയുടെ വക്കീലായിരിക്കും. നീ പ്രാർത്ഥിച്ചോ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ, ആശുപത്രി ഓപ്പറേഷൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ, കിടപ്പ് രോഗി സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ, മക്കളോടുള്ള ബന്ധത്തകർച്ച സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ, ജോലിയില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ,
കണ്ണുനീര് സമർപ്പിച്ചോ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ദൈവമേ, ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ മൊമെന്റിൽ ഞാൻ അനുഭവിക്കുന്ന ഈ സങ്കടത്തിലേക്ക്, ഈ കണ്ണുനീരിലേക്ക്, ഉത്തരം കിട്ടാത്ത ഈ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് 3 തവണ ഒച്ചത്തിൽ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, വിളിച്ചേ. പരിശുദ്ധാത്മാവേ, അല്പം കൂടെ ഒച്ചത്തിൽ വിളിച്ചേ. പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയാ. ഹല്ലേലൂയ. കൈയടിച്ച് പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞേ. പോരാ, കൈയടി കണ്ടാൽ അറിയാം എത്രത്തോളം അഭിഷേകം കിട്ടുന്നുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം എന്താണ്? ഇത് കിട്ടിയാൽ എന്താ മെച്ചം എന്നാ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയെയും, എത്ര ആഴമുള്ളതാണെങ്കിലും എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ഉത്തരം കിട്ടാതെ നിങ്ങൾ ഉപേക്ഷിച്ച കാര്യമാണെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെ നടുവിൽ ഒരു ചെറുപുഞ്ചിരിയോടുകൂടെ ഈ പ്രതിസന്ധികളെ നേരിടാനുള്ള ബലം കിട്ടും. ഹല്ലേലൂയാ. ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനമാണ് നമ്മൾ അല്പസമയം മുമ്പ് വായിച്ചത്. അതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് പഠിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ലൂക്കാസ് വിശേഷം 10-ാം അധ്യായം തുറന്നേ, വായിച്ചേ. ലൂക്കാസ് വിശേഷം 10 അതിന്റെ 21-ാം തിരുവചനം, ചാപ്റ്റർ 10 വേഴ്സ് 21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. മതി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. വചനം തുടങ്ങുന്ന എന്നാന്നറിയാവോ? ആ സമയം തന്നെ. എങ്ങനെയാണ്? ഏത് സമയം? ആ സമയം തന്നെ. ഏതോ ഒരു സമയത്താണ് ഈശോ പറയുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള വചനം ഒന്ന് പഠിച്ചാലോ, ഒന്ന് വായിച്ചാലോ. 17 മുതലുള്ള വചനം വായിച്ചേ. 17 മുതലുള്ള വചനം വായിച്ചോ. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ വിപതിക്കുന്ന ഞാൻ കണ്ടു. അടുത്ത വചനം ശ്രദ്ധിച്ചോ. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കണ്ടല്ലോ. ഇനി അടുത്ത വചനമാണ് ശ്രദ്ധിക്കേണ്ടത്. വചനം വായിച്ചേ. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഏതാണെന്നാണ് വചനം പറയുന്നത്. വായിച്ചേ. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ ഈശോ പറയാണ്, ഈ ഭൂമിയിൽ നീ സന്തോഷിക്കേണ്ട മേഖല എന്ന് പറഞ്ഞാൽ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നീ സന്തോഷിച്ചോണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഭൗമിക കാര്യങ്ങളിൽ ആശ്രയിച്ചല്ല നിന്റെ സന്തോഷത്തിന്റെ മാനദണ്ഡം ഇരിക്കേണ്ടത്. നിന്റെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ മാനദണ്ഡം ഇരിക്കേണ്ടത് സ്വർഗീയമായ കാര്യങ്ങളിലാണെന്ന്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഉണ്ടോ? നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ വിചാരിക്കുന്നു, കണക്കൂട്ടലനുസരിച്ച് വല്ലതും നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ലെന്ന്. വലിയ ഭാരമുണ്ട്, സങ്കടമുണ്ട്, വിഷമമുണ്ട്. വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. ഈ ഭൂമിയിൽ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും നിനക്ക് ഈ ജീവിത കാലഘട്ടത്തിൽ സ്വർഗത്തെക്കുറിച്ചൊരു ശ്രദ്ധയുണ്ടാവണം. സ്വർഗീയമായ കാര്യങ്ങളിലാണ് നിന്റെ ആനന്ദമടങ്ങിയിരിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ രോഗമുണ്ടായാലും തടസ്സങ്ങൾ ഉണ്ടായാലും സങ്കടങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ എന്ത് വേണം? ആനന്ദം വേണം. സ്വർഗത്തെക്കുറിച്ചൊരു ചിന്തയുണ്ടെങ്കിൽ ഉള്ളിലൊരു ആനന്ദം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞിടയ്ക്ക് കോഴിക്കോട് അപ്പുറത്ത് താമരശ്ശേരിയിൽ പുല്ലൂരാംപാറ എന്നും പറഞ്ഞുകൊണ്ടൊരു ഗ്രാമമുണ്ട്. സുന്ദരമായൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തില് അവിടെ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തായ ഒരു അച്ഛനുണ്ട്, മനോജ് അച്ഛൻ. ആ അച്ഛൻ്റെ അമ്മ
കഴിഞ്ഞ നാളിൽ വീണ് കിടപ്പിലാണ്. ഞാനപ്പോൾ അവിടെ ഈ അച്ഛൻ്റെ കൂടെ കാണാൻ വീട്ടിൽ ചെന്നു. ഈ അമ്മയുടെ കാലിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. കാരണം പലതവണ ആ കാൽ ഒടിഞ്ഞതാ. ഇപ്പോഴത്തെ കാലിൻ്റെ അവസ്ഥ എന്തെന്നറിയോ? 3-4 കമ്പികൾ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ കാല് കിടപ്പ് രോഗിയായിട്ടുള്ള അമ്മ ആ കാലിൽ ഇങ്ങനെ വലിയ കമ്പികൾ, ആശുപത്രിയിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കാലയിൽ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇത് നേരെ ആയിട്ട് വേണം ഒരു കാലെങ്കിലും ഒന്ന് ചുവടൊന്ന് ചവിട്ടി നടക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഭാരം തോന്നും. അയ്യോ ദൈവമേ എന്ന് നമുക്ക് സങ്കടം തോന്നും. എന്നാൽ അവിടെ ചെന്ന് ഞാൻ ഈ അമ്മയെ നോക്കി, കാലയെ നോക്കി, കാലിന്റെ ഭാരം മുഖത്തില്ല. ഈ കാലയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല, അതുപോലെ നമുക്ക് വിഷമം തോന്നും. എന്നാൽ ഈ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല പുഞ്ചിരി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ കാലിന്റെ ഭാരവും മുഖത്ത് ഉള്ള സന്തോഷം തമ്മിൽ അങ്ങോട്ട് ചേരുന്നില്ലല്ലോ. ഇതെങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്? ഈ അമ്മയുടെ കയ്യിൽ ഒരു കൊന്തയിരിപ്പുണ്ട്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരമ്മ, ശുശ്രൂഷകളിലും വചനത്തോടും താല്പര്യമുള്ള ഒരമ്മ. ആ അമ്മ പറയാണ്, അച്ഛാ എനിക്കിതിന്റെ വേദനയൊന്നും തോന്നുന്നില്ല അച്ഛാ. എന്നിട്ട് ഈ അമ്മ പറഞ്ഞു, ഞാൻ ഈ വേദനയെല്ലാം മക്കൾക്ക് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുവാണ്. കണ്ടോ? അതായത് ഇപ്പോൾ അനുഭവിക്കുന്ന വേദന ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഓരോ വേദനയും. അതുകൊണ്ട് ഈ വേദന എനിക്ക് വേദനയായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില സഹനങ്ങൾക്ക് മുമ്പിൽ ദൈവമേ എല്ലാം തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് വിഷമിക്കുന്നുണ്ടല്ലോ. നമ്മുടെ മുഖത്ത് ആ വിഷമം മുഴുവൻ കേറിയിരിപ്പുണ്ടെന്ന് അല്ലേ? വീട്ടിലുണ്ടാവുന്ന പ്രതിസന്ധി നമ്മുടെ മുഖത്തെ ഭാവത്തിൽ അങ്ങോട്ട് മാറിയിരിക്കുക. പരിശുദ്ധാത്മാവിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റുന്നതനുസരിച്ച് നമ്മുടെ മുഖഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ലെന്ന്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ അഭിമാനിക്കണം. അല്ലാതെ ഈ ഭൂമിയിൽ നിങ്ങൾ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാക്കി, നിങ്ങൾ 2 നില വീട് വെച്ചു, നിങ്ങൾ വലിയ കാറ് വാങ്ങി, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതിലല്ല നിങ്ങൾ ആനന്ദിക്കേണ്ടത്. നിങ്ങൾ സന്തോഷിക്കേണ്ടത് സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെട്ടിരിക്കുന്നു, സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ചുള്ള ശ്രദ്ധ. അതുകൊണ്ടല്ലേ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിച്ചത്? ആ വചനം ഒന്ന് വായിച്ചു നോക്കിയേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 17-ാം തിരുവചനം. 2 കാര്യങ്ങളെ കുറിച്ച് വ്യക്തത ഇതാ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. റോമ 14:17 നമ്മൾ വായിച്ചതാണ്. ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, എന്തല്ല ദൈവരാജ്യമെന്നാൽ? ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവും അല്ല. നമ്മുടെ ശ്രദ്ധ മുഴുവൻ കിടക്കുന്ന എന്തിലാ? നമ്മുടെ ശ്രദ്ധ മുഴുവൻ കിടക്കുന്ന എന്തിലാ? ഭക്ഷണവും പാനീയവും അല്ലേ? എന്ത് ഭക്ഷിക്കണം, എന്ത് ധരിക്കണം, എന്ത് കുടിക്കണം, ഇത് മാത്രമാണ് നമ്മുടെ ശ്രദ്ധ. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, പിന്നെ എന്താണ്? വായിച്ചേ. ഭക്ഷണവും പാനീയവും അല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. വലതുകര ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം ഒന്ന് വായിച്ചേ. നമുക്കറിയാവുന്ന ഒരു വചനമാണല്ലോ. 33-ാം തിരുവചനം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 33. 6-ാം അധ്യായം 33-ാം തിരുവചനം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കണ്ടോ വചനം? കണ്ടോ? ആദ്യം നിങ്ങൾ എന്ത് അന്വേഷിക്കണം? പറഞ്ഞേ.
ആദ്യം നിങ്ങൾ എന്തന്വേഷിക്കണം? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവകാര്യങ്ങളാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏത് കാര്യത്തിലും നമ്മൾ അന്വേഷിക്കേണ്ടത് ആദ്യം ദൈവഹിതം അന്വേഷിക്കണം, ദൈവകാര്യം അന്വേഷിക്കണം. അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം ലഭിക്കും. അതിനോടൊപ്പം ബാക്കിയുള്ളതെല്ലാം ചേർക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകളായിട്ട് പണി പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നൊരു വീട്, പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇഷ്ടം പോലെ പണമുള്ള ഒരു കുടുംബമാണ്. പണി ഇങ്ങനെ പകുതിയായിട്ട് കിടക്കുന്നു. ആ പ്രദേശത്തൊരു ശാപം പിടിച്ച പോലെ ഈ വീട് കിടക്കുന്നു. അപ്പൊ ആ പ്രദേശത്ത് ധ്യാനിപ്പിക്കാൻ ചെന്ന അവസരത്തിലാണ് ആ കുടുംബനാഥൻ പറഞ്ഞ, അച്ഛാ ഒന്ന് വന്നൊന്ന് വെഞ്ചരിച്ചൊക്കെ പ്രാർത്ഥിക്കണം, വാ. ഞാൻ അങ്ങനെ ചെന്ന് ആ പറമ്പിൽ കൂടെയൊക്കെ നടന്നു. അപ്പൊ ഞാൻ ഈ കൊട്ടാരം പോലത്തെ വീട്, പണി പൂർത്തിയാകാതെ കിടക്കുന്ന വീട് കണ്ടിട്ട് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? അറിയത്തില്ല അച്ഛാ, ഇതെന്നാന്ന് അറിയത്തില്ല, ഇതിങ്ങനെ കിടപ്പാ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഈ വീട്ടിൽ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹം, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ വീട് മനോഹരം, ഈ വീട്ടിൽ എത്ര മുറികളുണ്ട്? അച്ഛാ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഇത്ര മുറികളുണ്ട്, ഇത്ര സൗകര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഫയൽ എടുത്തിട്ട് അതിൽ നിന്ന് ഈ മാപ്പ്, ഇതിന്റെ സ്കെച്ചൊക്കെ എന്നെ കാണിച്ചു. അച്ഛാ ഇത് നോക്കി, ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ വീട്. അപ്പം ഞാൻ ഈ വീടിന്റെ മാപ്പും ഇതിന്റെ സ്കെച്ച് എല്ലാം, അതായത് റൂമും അത് സൗകര്യങ്ങൾ, ലിവിങ് റൂം, അടുക്കള, അത് ഇതെല്ലാം കണ്ടു. ഞാൻ ചോദിച്ചു, അപ്പൊ ഇതിലെവിടെയാണ് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം? നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഏതാ? അച്ഛാ അത് വീട് പണി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. വീട് പണി കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് നോക്കിയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാര്യം പറയണം, മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം മാർക്ക് ചെയ്തിട്ടില്ല. ചില വീടുകളുടെ അവസ്ഥ കണ്ടിട്ടുണ്ടേ. എന്നാന്നറിയോ? വീട് പണി എല്ലാം കഴിയുമ്പോഴത്തേക്ക് ചില വീട്ടുകാർ വിളിക്കും, അച്ഛാ ഞാൻ ഒരു ഫോട്ടോ അയക്കാം, ഈ വീട്ടിലെ ഇന്ന സ്ഥലത്തോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ അച്ഛാ? അച്ഛാ വീട്ടിലെ ഇപ്പൊ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രാർത്ഥിക്കാനുള്ള സ്ഥലം മാത്രമേ ഇല്ല. അച്ഛാ ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഒരു ഇച്ചിരി സ്ഥലമുണ്ട്, കുഴപ്പമുണ്ടോ? ഇവിടെ കുടുംബ പ്രാർത്ഥന നടത്തിയ കുഴപ്പമുണ്ടോ? അച്ഛാ ഈ വേറെ സ്ഥലം ഇല്ല അച്ഛാ, വേറെ സ്ഥലം ഇല്ല. മൊത്തത്തിലെ TV വെച്ചു, അത് വെച്ചു, ഇത് വെച്ചു, എല്ലാം വെച്ചു, ഇപ്പൊ വീട്ടിൽ പ്രാർത്ഥിക്കാനുള്ള സ്ഥലം മാത്രമേ ഇല്ല അച്ഛാ. അപ്പൊ അച്ഛാ ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഒരു ഇച്ചിരി സ്ഥലമുണ്ട്, അവിടെയാണ് പ്രാർത്ഥിക്കാനുള്ള ആകെപ്പാട സ്ഥലം. അപ്പൊ ഞാൻ ചോദിച്ചു, സ്റ്റെയർ കേസിന്റെ അടിയിൽ ആ ബുദ്ധിമുട്ടല്ലേ? ഓ കുഴപ്പമില്ല അച്ഛാ, നമ്മൾ ഇച്ചിരി കുനിയണം, തല കുനിച്ച് അവിടെ ചെന്ന് മുട്ടുകുത്തണം, അത്രേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വീട് പണിയുമ്പോൾ ആദ്യം മാർക്ക് ചെയ്യേണ്ട സ്ഥലം ഏതാ? നിന്റെ പ്രാർത്ഥനാ സ്ഥലം മാർക്ക് ചെയ്യണം. എന്നിട്ട് വേണം ബാക്കിയുള്ള മുറികളും ലിവിംഗ് റൂമും അടുക്കളയും അതും ഇതും എല്ലാം ചെയ്യാൻ. ബാക്കിയുള്ളതെല്ലാം ചെയ്തു, പ്രാർത്ഥിക്കാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ ഓർത്തോണം, ഈ വചനത്തിന്റെ ഒരു അർത്ഥമാണ്. ആദ്യം നിങ്ങൾ എന്തന്വേഷിക്കണം? ദൈവത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ചാൽ ബാക്കിയുള്ളതെല്ലാം ചേർക്കപ്പെടും. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, ഈ വീടിന്റെ പണി പൂർത്തീകരിക്കപ്പെടാത്തതിന്റെ ഒരു ആത്മീയ കാരണം ഞാൻ പറയട്ടെ. ഈ വീട്ടിൽ ആദ്യം തന്നെ സഹോദര പ്രാർത്ഥിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കും. നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന നടത്താൻ പോണ എവിടെയായിരിക്കും? നിങ്ങളത് മനസ്സിൽ സ്വപ്നം കാണണം. ഈ വീട് പണിയോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വപ്നവും വളരണം. ഈ വീട്ടിൽ ഇന്ന സ്ഥലത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. അതിനൊരു സ്ഥലം വേണം, അതിന് സാഹചര്യം ഒരുക്കപ്പെടണം. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ കൂടെ ചേർക്കപ്പെടും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 6:33 നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് 31-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 31-ാം തിരുവചനം. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. അടുത്ത വചനം കൂടെ ശ്രദ്ധിച്ചേ. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. കണ്ടോ, വിജാതീയരെന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവർ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ പരിപാലനയെക്കുറിച്ച് അറിയാവുന്നവരല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ദൈവകാര്യങ്ങൾക്കൊരു ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം നൽകുന്നൊരു സമ്മാനമായ ആനന്ദം വന്ന് നിറയാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. പുതിയ നിയമത്തിൽ ഈ ആനന്ദം അനുഭവിച്ച മറിയം
മറിയത്തെക്കുറിച്ച് എന്താ വചനം? ലൂക്കാസ് വിശേഷം തുറന്നേ. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം അതിന്റെ 44-ാം തിരുവചനം. ലൂക്ക് ചാപ്റ്റർ 1 വേഴ്സ് 44. ദേ മറിയത്തെക്കുറിച്ചൊരു വചനമുണ്ട്, വായിച്ചാലോ? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. സന്തോഷത്താൽ കുതിച്ചു ചാടി. ശ്രദ്ധിച്ചേ, എങ്ങനെ? സന്തോഷത്താൽ കുതിച്ചു ചാടി. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കിട്ടുമെന്ന്. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഈ വീടിന്റെ അവസ്ഥ എന്താണെന്നറിയാവോ? ഏലീശാമ്മയുടെ അവസ്ഥ എന്താ? മറിയത്തിന്റെ അവസ്ഥ എന്താ? സക്കറിയായുടെ അവസ്ഥ എന്താ? അത്ര സന്തോഷിക്കാനും തുള്ളിച്ചാടാനും പറ്റിയ അവസ്ഥയൊന്നും അല്ല. പ്രായമേറിയെത്തി ഗർഭിണിയായിട്ടിരിക്കുന്ന കുടുംബനാഥ, ഭർത്താവിന് മിണ്ടാമേലാതിരിക്കുന്ന സക്കറിയ, ചെന്നിരിക്കുന്ന പെണ്ണാണെങ്കിൽ ഇതും ഗർഭിണി, കല്യാണം കഴിച്ചിട്ടില്ല. മൊത്തം ഡാർക്കാണ് അല്ലെ? ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ മൊത്തം ഡാർക്കാണ്, മൊത്തം അവസ്ഥ മോശമാണ്. ഈ അവസ്ഥയിൽ ചെന്നപ്പോൾ ഇതാ സംഭവിക്കുന്ന കാര്യം, പരിശുദ്ധാത്മാവിൽ സന്തോഷം, ആ അന്തരീക്ഷത്തിൽ സന്തോഷം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഈ സന്തോഷം കിട്ടിയാൽ ആ വ്യക്തി പോകുന്നിടങ്ങളിലൊക്കെ എന്ത് കൊടുക്കും? സന്തോഷം കൊടുക്കും. ആ വ്യക്തി ചെല്ലുന്നിടത്ത് ഒരു വീട്ടിലോട്ട് കയറിയാൽ അവിടെ എന്ത് കൊടുക്കും? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കൊടുക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ശുശ്രൂഷ കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് നീ പോകുമ്പോൾ നീ എന്ത് കൊടുക്കും? നിന്നെ കാണുമ്പോൾ നിന്റെ വീട്ടുകാർ ഇങ്ങനെ നിരിക്കുക അല്ലേ? വീട്ടുകാർ കാണുമ്പോഴത്തേക്കും നമ്മുടെ സാന്നിധ്യം അവർക്ക് എന്തായിട്ട് മാറണം? പറ. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പറഞ്ഞേ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പറഞ്ഞേ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും നമ്മൾ സമ്മാനിക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. പറഞ്ഞു കൊടുത്തേ, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തന പുസ്തകം 10-ാം അധ്യായം 52-ാം തിരുവചനം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 10 വേഴ്സ് 52. അപ്പസ്തോല പ്രവർത്തനം 10:52. ശിഷ്യന്മാരെ കുറിച്ചൊരു കാര്യം പറയും. എന്താ എഴുതിയിരിക്കുന്നത്? 10-ാം അധ്യായം 52-ാം തിരുവചനം. ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. കണ്ടോ? ശിഷ്യന്മാര് ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി. ഈ ശിഷ്യന്മാര് അനുഭവിച്ച യാതനകൾക്ക് കണ്ണും കണക്കുമില്ല. അത്രമേൽ സഹിച്ചവരാണ് ശിഷ്യന്മാര്. ദേ പൗലോസ് ലീഹ പറയും, അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 23-ാം തിരുവചനം, ചാപ്റ്റർ 20 വേഴ്സ് 23. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പൗലോസ് ലീഹ അതേ കൃത്യമായിട്ട് പറയാണ്, കാരാഗ്രഹവും പീഡകളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. കണ്ടോ? എന്താ കാത്തിരിക്കുന്നത്? കാരാഗ്രഹവും പീഡകളുമാണ് എന്നെ കാത്തിരിക്കുന്നത്. എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ജീവിതത്തിൽ കാരാഗ്രഹമാണ്, പീഡകളാണ്, അസ്വസ്ഥതകളാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന ഒന്നാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. കാരാഗ്രഹത്തെയും പീഡകളെയും എല്ലാം നേരിടാനുള്ള വലിയൊരു കൃപ നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. പലതകരം ഉയർത്തി പറ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു തെസ്സലോനിയൻസ്, 1 Thessalonians chapter 1 verse 6. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി. കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. കണ്ടോ? ദേ വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ.
ഇവിടെ ഇരുന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് സമ്മാനിക്കുന്ന ഒരു കാര്യമാണ്. വലതുകരം ഉയർത്തിപ്പിടിച്ചോ. ഞാൻ ഈ വചനം പറയുമ്പോൾ ഏറ്റു പറയണം. നിങ്ങൾ പറ, നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി. കാരണം വളരെ ക്ലേശങ്ങൾക്കിടയിലും പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൈ താത്തി വെച്ചേ. ക്ലേശങ്ങൾക്കിടയിലും എപ്പോഴാണ്? എല്ലാം തികഞ്ഞപ്പോഴാണോ? അല്ല, എല്ലാം തികഞ്ഞപ്പോഴല്ല. ക്ലേശങ്ങൾക്കിടയിലും വചനം പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ്? എല്ലാം തികഞ്ഞപ്പോഴാണോ? അല്ല. വയറ് നിറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മുകളിൽ കറങ്ങുന്ന ഫാനിന്റെ ചുവട്ടിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്നപ്പോഴാണോ? അല്ല 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 അല്ല. ക്ലേശങ്ങൾക്കിടയിൽ പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി നിങ്ങൾ വചനം സ്വീകരിച്ചു. പൗലോസ്ലീഹ പറയുക, ക്ലേശങ്ങൾക്കിടയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടത്തിന്റെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി നിങ്ങൾ വചനം സ്വീകരിച്ചു. ഇതിനെക്കുറിച്ച് പത്രോസ് ശ്ലീഹ പഠിപ്പിക്കും. 1 പത്രോസ് 4-ാം അധ്യായം 14-ാം തിരുവചനം. 1 Peter chapter 4 verse 14. ഒന്ന് തുറന്നേ. 1 പത്രോസ് 4:14. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. കണ്ടോ? ഇതാണ് വചനം. ഒന്നും കൂടെ പഠിച്ചാലോ. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ അടുത്ത നാളിൽ മതസ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യത്ത് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന അവസരത്തില് അവിടെ ഒരു വ്യക്തി ഒരു തീപിടിച്ച ആത്മാവെന്നൊക്കെ പറയും. എങ്ങനത്തെ ആത്മാവ്? ചില ആത്മാക്കളുണ്ട് തീപിടിച്ച ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ ശുശ്രൂഷയാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, ഈ പ്രദേശത്ത് ഇങ്ങനെയൊന്ന് ശുശ്രൂഷ ചെയ്യാനായിട്ട് അനുവാദമൊന്നും ഇല്ലല്ലോ, താങ്കൾക്ക് പേടിയില്ലേ? ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ ആനന്ദം ഉണ്ട് അച്ഛ ഉള്ളില്, പരിശുദ്ധാത്മാവിന്റെ ആനന്ദമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദേശത്ത് അപ്രകാരം ശുശ്രൂഷ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും മലയാളികളായിട്ടുള്ളവരും മറ്റു മതഭാഷക്കാരൊക്കെ പല മേഖലകൾ ഒരുമിച്ചുകൂടി അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കുടുംബ കൂട്ടായ്മകൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഒരുമിച്ച് കൂടാനൊന്നും സൗകര്യമൊന്നും ഇല്ലാത്ത ദേശമാണ്. പക്ഷേ അവര് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞ, വർഷങ്ങളായിട്ട് അവിടെ എത്തിയിട്ട്, അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും? പല സ്ഥലങ്ങളിൽ പോയിട്ട് ആ ദേശത്ത് വരുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരെയൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ കൊണ്ടുവന്ന് ഒരുമിച്ച് പ്രാർത്ഥിപ്പിക്കും. അപ്പൊ തീ പിടിച്ച ആത്മാവാണ്. ഈ തീ പിടിച്ച ആത്മാവ് പറഞ്ഞെന്ന വചനമാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1 പത്രോസ് 4-ാം അധ്യായം 14-ാം തിരുവചനം. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക കൃപയാണ് ഈ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ആനന്ദം, ആനന്ദം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. കർത്താവിന്റെ മുമ്പിൽ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ധ്യാനം പങ്കെടുത്തു കഴിഞ്ഞ് ഒരു ഡോക്ടർ, കഴിഞ്ഞ നമ്മുടെ ആന്തരിക സൗഖ്യ ധ്യാനം പങ്കെടുത്തു കഴിഞ്ഞ ഡോക്ടർ, 44 വയസ്സുണ്ട്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാനൊരു ഡോക്ടറാണ്, എന്നെ പ്രൊഫഷണലി ഞാൻ വളരെ മിടുക്കനാണ്, എനിക്ക് കുടുംബം എല്ലാം ഉണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു ശൂന്യത ഉണ്ടായിരുന്നു, ഭയങ്കരമായൊരു ശൂന്യത. എന്നാൽ അച്ഛാ, ഈ ധ്യാനത്തിൽ കർത്താവ് എനിക്ക് സമ്മാനിച്ച എന്താണെന്നറിയാവോ? എനിക്ക് വല്ലാത്ത ആനന്ദം തോന്നുന്നു, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. അച്ഛാ, ഇത്രയും നാളും എനിക്ക് കിട്ടാത്തൊരു ആനന്ദം ധ്യാന ശുശ്രൂഷയിൽ കിട്ടി. അത് ഏത് ആനന്ദമാണ്? പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഡോക്ടറാണ്, പ്രൊഫഷണലായിട്ട് അദ്ദേഹം മിടുക്കനാണ്, എല്ലാ കാര്യങ്ങളിലും അംഗീകാരമുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ
ഒരു വല്ലാത്തൊരു ശൂന്യത, വല്ലാത്തൊരു മരവിപ്പ്, വല്ലാത്തൊരു അസ്വസ്ഥത. എന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലും ഇതുപോലെ ചില ഭാരങ്ങളുണ്ടാവും. എല്ലാമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എന്നാന്നറിഞ്ഞുകൂടെ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു ഉന്മേഷമില്ല, ഒരു വല്ലാത്ത മരവിപ്പ്, ആകുലത, ഭാരം, വല്ലാണ്ടിങ്ങനെ ഞെരുക്കം ഉള്ളിലുണ്ടാവും. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ അന്തരീക്ഷം മാറും, നമ്മുടെ ഉള്ളിൽ നിറവുണ്ടാവും. സ്വർഗ്ഗത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ചോളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ആനന്ദം എൻ്റെ ഉള്ളിൽ നിറയണം. പരിശുദ്ധാത്മാവേ, ഒരു പുതിയ അഭിഷേകം എൻ്റെ മേൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവേ, തീ കത്തുന്ന അഭിഷേകം എൻ്റെ ഉള്ളിൽ വേണം. പരിശുദ്ധാത്മാവേ, മരവിച്ചിരിക്കുന്ന എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. നീ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം നിന്റെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു തീ കാറ്റടിക്കുന്നത് പോലെ, കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു പന്തക്കുസ്ത അനുഭവം ഓരോ വ്യക്തിയുടെ മേലും അതിശക്തമായിട്ട് വെളിപ്പെടാൻ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, റൂഹായേ എന്ന് വിളിച്ച്, ആത്മാവേ എന്ന് വിളിച്ച് ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. ഓ ദൈവത്തിന്റെ ചൈതന്യമേ, അത്ഭുത ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ദൈവജനത്തിന് മേൽ സംഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.